ദേവിയെ നമ്മൾ ക്ഷേത്രസ്വരൂപ, ക്ഷേത്രേശി, ക്ഷേത്രജ്ഞപാലിനി എന്ന് സ്തുതിക്കുന്നു. സാധാരണ എല്ലാവരും ദേവിയെ ഒരു രൂപത്തോടു കൂടിയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവി ക്ഷേത്രസ്വരൂപയാണ്, ക്ഷേത്രേശിയാണ്. എന്ന് വെച്ചാൽ ക്ഷേത്രം എന്നുള്ളതിന് ഒരർത്ഥം നമ്മുടെ ശരീരം എന്നാണ്. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ അതിനെ സ്ഥിരീകരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ക്ഷേത്രേശി അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ദേവിയാണ് എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അതുകൂടാതെ ഈ പ്രപഞ്ചം തന്നെ ക്ഷേത്രമായിട്ടും അതിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ക്ഷേത്രേശിയായിട്ടും അതിനൊരു അർത്ഥമുണ്ട്. എന്നുവെച്ചാൽ ദേവിക്ക് സ്ഥൂലത്തിലും സൂക്ഷ്മമായിട്ടും പല രീതിയിലുള്ള രൂപങ്ങളുണ്ട്. ദേവി ഒരു കൊച്ചു വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്ന രൂപമല്ല. ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ 6 അടി പൊക്കമുള്ള ഒരു രൂപമല്ല. മൂകാംബികാ ദേവി എന്ന് വെച്ചാൽ ആ വിഗ്രഹത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ശക്തിയല്ല. അമ്മ എപ്പോഴും പറയും, ഞാൻ ഈ 5 അടി പൊക്കമുള്ള ഒരു രൂപം മാത്രമല്ല. വിഷ്ണു എന്നുള്ള പദത്തിന് അർത്ഥം വ്യാപനശീലൻ എന്നാണ്, സർവവ്യാപ്തനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ദേവിക്ക് സ്ഥൂലമായിട്ടുള്ള രൂപങ്ങളുണ്ട്, സൂക്ഷ്മമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ദേവിക്ക് മന്ത്രമയമായ ശരീരം ഉണ്ട്. അതുപോലെ എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി ദേവിയാണ് എന്നുള്ള പ്രകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 90ാമത്തെ നാമം മുതൽക്ക് ഇതിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. സൗന്ദര്യലഹരിയിലും പറയും, ഭജന്തി ത്വാം ധന്യാഹ കഥിചന ചിദാനന്ദലഹരിയും എന്നൊക്കെ പറയും. ദേവി രൂപത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വസ്തുവല്ല. അപൂർവമായ ഉത്തമരായ സാധകർക്ക് മാത്രമേ ദേവിയുടെ തത്വം ശരിക്കും ഗ്രഹിക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇതിനെ ശാഖാരുന്ധതി ന്യായം എന്നൊക്കെ ന്യായശാസ്ത്രങ്ങളിൽ പറയും. നമുക്കൊരു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത വഴിക്ക് നമ്മൾ നക്ഷത്രത്തെ ഒരു ചെറിയ കുട്ടിക്ക് കാണിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആദ്യം ആ മരം കണ്ടോ എന്ന് ചോദിക്കും. ഒരു ആൽവൃക്ഷം കാണിക്കും. അത് കണ്ടു എന്ന് കുട്ടി പറയും. അതിൻ്റെ ഒരു തെക്കോട്ട് പോകുന്ന ഒരു ചില്ല അല്ലെങ്കിൽ ശാഖ അതിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണുന്നുണ്ടെന്ന് പറയും. അതിൻ്റെ ഇടയ്ക്കുള്ള വിടവിൽ, ഇടയ്ക്കുള്ള ഒരു പ്രദേശത്തിൽ നമ്മൾ കാണിച്ച് അതിൻ്റെ ആകാശം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ കുട്ടിക്കത് മനസ്സിലാവും. അതിലെ ഒരു നക്ഷത്ര സമൂഹം ഉണ്ട്, അത് കാണിച്ചു കൊടുക്കുക. അത് കണ്ടോ എന്ന് ചോദിച്ചാൽ അത് കണ്ടു എന്ന് പറയും. അതുപോലെ അതിൽ ഏറ്റവും പ്രകാശമായിരിക്കുന്ന നക്ഷത്രമാണ് അരുന്ധതി എന്നുണ്ടെങ്കിൽ ആ നക്ഷത്രത്തെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ അത് പെട്ടെന്നത് കുട്ടിക്ക് മനസ്സിലാവും. ആദ്യം ഒരു ദിശ കാണിച്ചു കൊടുക്കുക, പിന്നീട് അതിലെ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുക, വൃക്ഷത്തിൻ്റെ ശാഖ കാണിച്ചു കൊടുക്കുക, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, അതിലുള്ള നക്ഷത്ര സമൂഹം, അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നക്ഷത്രത്തെ സുലഭമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആദ്യം ദേവി കരുണാമയിയാണ്, ദേവിയുടെ കടാക്ഷം ഇങ്ങനെയാണ്, ദേവിയുടെ സ്വരം വീണയുടെ സ്വരത്തിനേക്കാൾ മധുരതരമാണ്. അതുപോലെ ദേവിയുടെ ചരണാരവിന്ദം അതിനെ ഓർത്താൽ മതി, ബാക്കി ഒന്നും നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടില്ല. ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ നമ്മുടെ സുഖദുഃഖങ്ങൾ ദേവിയോട് പങ്കിടുക. ദേവിയുടെ വാസസ്ഥാനം അത്യത്ഭുതമാണ്. സ്വർണ്ണമയമായ ഒരു പർവ്വതത്തിലാണ് ദേവിയുടെ വാസസ്ഥലം. അവിടുത്തെ ചിന്താമണി കല്ലുകളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീട്ടിലാണ് അമ്മ താമസിക്കുന്നത്. സദാശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, ഈശ്വരൻ എന്നൊക്കെ ഉള്ളവരാണ് ദേവിയുടെ കട്ടിൽ. അപ്പോൾ ദേവി സർവശക്തയാണ് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ദേവിയുടെ പരാക്രമത്തെ സൂചിപ്പിക്കുന്നത് പറഞ്ഞു. ഇനിയിപ്പോൾ പടിപടിയായിട്ട് ദേവിയുടെ കുണ്ടലിനി സ്വരൂപം അതിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കുണ്ടലിനി എന്നുള്ള വാക്ക് വളരെ സുപ്രസിദ്ധമാണ്. കുണ്ടം എന്നുള്ള ഒരു വാക്ക് ഒരു കുഴി അല്ലെങ്കിൽ ഒരു കിടക്കാൻ പറ്റിയൊരു സ്ഥലം.
ഹോമകുണ്ടം എന്ന് നമ്മൾ പറയും. സാധാരണ ഹോമകുണ്ടം നമ്മൾ തലയുടെ മുകളിലെ പണി ചെയ്യുന്നത്. കുണ്ടം എന്ന് വെച്ചാൽ കുഴിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ കുണ്ടത്തിൽ ലയിക്കുന്നവൾ എന്നുള്ള ഒരർത്ഥത്തിലാണ് കുണ്ടലിനി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മൂലാധാരത്തിൽ ദേവി 3.5 ചുറ്റുള്ള ഒരു പാമ്പിൻ്റെ രൂപത്തിൽ ആ കുണ്ടത്തിൽ ലയിച്ച് കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കുണ്ടലിനി എന്നുള്ള പദപ്രയോഗം ചെയ്യപ്പെടുന്നത്. ഈ പ്രകരണത്തിൽ ഷഡാധാര ചക്രങ്ങളെ പറ്റിയിട്ടും ഇട പിങ്കള സുഷുമ്ന എന്നുള്ള നാഡീത്രയങ്ങളെ പറ്റിയിട്ടും സൂര്യ സോമ അഗ്നിമണ്ഡലങ്ങളെ പറ്റിയിട്ടും അതുപോലെ ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്നുള്ള ഗ്രന്ഥി വിഭേദനത്തെ പറ്റിയിട്ടും ഈ കുലം എന്ന് പറയുന്ന ആധാരങ്ങളെ കുലം എന്ന് പറയും. അതിൻ്റെ മുകളിലുള്ള സഹസ്രാരത്തിനെ അകുലം കുലത്തിനേക്കാൾ ഉത്കൃഷ്ടമായത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയും. സഹസ്രാര പദ്മത്തെ പറ്റിയിട്ടും ദേവി അമൃത് പൊഴിക്കുന്നതിനെ പറ്റിയിട്ടും സുധാസാരാഭിവർഷിണി എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രകരണങ്ങളാണ്. ഇതൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന സങ്കേതപദങ്ങൾ. അതിൻ്റെ വർണ്ണനയാണ് ഇനിയുള്ള പ്രകരണങ്ങളിൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.